അങ്ങനെ ആട് 3 കണ്ടിരിക്കുകയാണ്. വൈകുന്നേരം 5 മണിക്കത്തെ ഷോ പത്മയിലാണ് കണ്ടത്. ആദ്യം എനിക്ക് പറയാനുള്ളത് നല്ല വൈബ് ക്രൗഡ്, നല്ല സെറ്റ്, നല്ല സെൻസിബിൾ ആയിട്ടുള്ള നല്ല അടിച്ചുപൊളി പാക്ഡ് ആയിട്ടുള്ള തിയേറ്റർ തന്നെ ഈ സിനിമ കാണാൻ വേണ്ടി നോക്കുക. എന്നാൽ മാത്രമേ ആ ഒരു സിനിമയുടെ അങ്ങനത്തെ ഒരു ക്രൗഡിൻ്റെ കൂടെ നിന്ന് കാണേണ്ട സിനിമ, അല്ലാതെ മൾട്ടിപ്ലക്സിലൊക്കെ പോയിരുന്നെന്ന് ശരിക്കും ചത്ത അവസ്ഥയായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് തിയേറ്ററിൽ പോകണം, ഞാൻ പറഞ്ഞുള്ളൂ. മിഥുൻ മാനുവൽ തോമസ്, എങ്ങനെ, ഹൗ ഡി യു പുൾ ദിസ് ഓഫ് മാൻ? നിങ്ങൾക്ക്, എനിക്ക് തോന്നി പുള്ളിക്കാരൻ നേരത്തെ വാർഡ് 1 ചെയ്തപ്പോഴേ ഈ ഐഡിയ എല്ലാം മനസ്സിലുണ്ടായി എനിക്ക് തോന്നുന്നു, അറിയത്തില്ല. എന്തായാലും പുള്ളി ശരിക്കും ചെയ്തു വെച്ചിട്ടുണ്ട് ഈ സിനിമ. നമുക്കത് അത് കാണുമ്പോൾ മനസ്സിലാവണം, നല്ലപോലെ ബഡ്ജറ്റ് എടുക്കും, കിട്ടില്ല മേക്കിംഗ്. ഒന്നാമത്തെ കാര്യം ക്യാമറ വർക്ക് ബൈ അഖിൽ ജോർജ്, ലിജോ പോളിന്റെ എഡിറ്റിംഗ്. ആകെ എനിക്ക് പ്രശ്നമുണ്ടെന്ന് കുറച്ച് ഡ്യൂറേഷൻ ഒന്ന് ക്രിസ്പ് ആകാമെന്ന് തോന്നി. അല്ലാതെ എഡിറ്റിംഗ് ഈ പാസ്റ്റ് പ്രസന്റ് ഇങ്ങനെ ഇന്റർകട്ട് ചെയ്തെന്നും ചില സാധനങ്ങളൊക്കെ ഉണ്ട്. വളരെ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവുക, നമ്മുടെ സ്ക്രിപ്റ്റിന്റെ ഒരു സംഭവമാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാതെ പോയ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, ഒരു ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ടാവും. അതിൽ ഇഷ്ടപ്പെടാതെ പോയ കാര്യങ്ങൾ പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിനിമയിലെ ക്യാരക്ടേഴ്സ് വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. ആട് 1 ആയാലും 2 ആയാലും. ആട് 1 ബേസിക്കലി ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണെങ്കിൽ ആട് 2 വരുമ്പോൾ അവരുടെ അവർക്ക് പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു, അവർ കായോട്ടിക് സിറ്റുവേഷൻസ് വരുന്നു, അങ്ങനെയുള്ള അവരുടെ ഒരു ജേർണിയാണ് പിന്നീട് കാണിക്കുന്നത്. അപ്പൊ ആട് 3 വരുമ്പോൾ വീണ്ടും ഈ ഷായിപ്പാപ്പന്റെ അമ്മയും ഷായിപ്പാപ്പൻ തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ വീണ്ടും ആ ഒരു ട്രാക്ക് വീണ്ടും എന്തിനാ പിടിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. തുടങ്ങുമ്പോൾ ആ ഒരു കുറച്ചൊരു വലിപ്പിച്ചെങ്കിലും കുറച്ച് ചളി കോമഡിയൊക്കെ ആദ്യം മറ്റേ ധർമ്മജന്റെ വകയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് പക്ഷെ ഇവിടെ ചളി കോമഡിയും എൻജോയബിൾ ആണ്. അത് നമുക്ക് കാണുമ്പോൾ അത് വേണ്ടായിരുന്നു. നമുക്ക് സാധാരണ കാഷ്വൽ കോൺവെർസേഷൻ നമ്മൾ ചളി പറയുമ്പോൾ അയ്യേ അങ്ങനെ പറയില്ല, അത് വേണ്ടായിരുന്നു എന്ന് തോന്നും. ചില സീനൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ അയ്യോ എന്താണ് ഇങ്ങനെയൊക്കെ തോന്നും. പിന്നെ PP ശശി, അയ്യോ ഒരു രക്ഷയില്ല ഇന്ദ്രൻസേട്ടൻ. ഈ സിനിമയ്ക്കകത്ത് ചില രാഷ്ട്രീയ നേതാക്കളുടെ ചില സാധനങ്ങളൊക്കെ അത് സൈഡിൽ കൂടി, അത് അധികമൊന്നും ഇല്ല എന്നാൽ കുറച്ചുള്ളതും എന്നാലും ചെയ്തത്. ഈ സിനിമയ്ക്കകത്ത് 3 ടൈമിലുള്ളത് പ്രസന്റ്, പാസ്റ്റ്, അതുപോലെ ഫ്യൂച്ചർ. അത് എങ്ങനെ അവര് ആ ഒരു സാധനം അവർ ചെയ്തു വെച്ചാൽ ഇൻട്രോ, പ്രത്യേകിച്ച് ഓപ്പണിംഗ് സീക്വൻസിലുള്ള ആ ഒരു VFX ഒക്കെ എനിക്ക് ശരിക്കും എന്താ എത്രയുടെ ബഡ്ജറ്റ് നല്ല, എന്തായാലും നല്ലപോലെ അവർ പണിയെടുത്തിട്ട് നമുക്ക് സിനിമ കാണുവാൻ. ഇത്രയും വളരെ കുറച്ച് സമയം കൊണ്ടാണ് ഈ സിനിമ ഒരു ഷൂട്ട് ചെയ്യുന്നത്, ഇത്രയും പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം ഇരുന്ന് അവർ ചെയ്തതൊക്കെ. ഹാറ്റ്സ് ഓഫ് ടു എൻ്റെ കസ്റ്റമർ. ഇനി നമുക്ക് ക്യാരക്ടേഴ്സിലൂടെ നമുക്ക് ഷാജി പാപ്പൻ, അറക്കിലബു, ക്യാപ്റ്റൻ ക്ലിപ്പസ്, ഡ്യൂഡ്, സാത്തൻസ്, ഇവരൊക്കെ അന്ന് ആട് 1 ലും 2 ലും എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കണം. അവന്റെ ആ ഒരു ചാമ ഇതുവരെ നഷ്ടപ്പെട്ടില്ല. പിന്നെ ഇതിനകത്തൊരു സ്പൂഫ് ഉണ്ട്, നമ്മുടെ ഡ്യൂഡിന്റെ സീൻസ് കാണിക്കുമ്പോൾ ആട് 1 പുള്ളി മറ്റേ തമിഴ് ലാസ്റ്റ് ലോറിക്കകത്ത് കെട്ടിക്കൊണ്ട് പോവല്ലോ. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ, ബേസിക്കലി സിനിമയ്ക്ക് എല്ലാത്തിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് കാണിക്കുന്നത്. നമ്മുടെ സെക്കൻഡില് ലാസ്റ്റ് മറ്റേ ബംഗാളികൾ ഡോളർ കൊടുത്ത് പോകത്തില്ല, അപ്പൊ അവിടെ നിന്നാണ് സിനിമ തുടങ്ങുന്നത്. അപ്പൊ അവിടെ ഒരു ക്ലീറ്റസ് സ്വാഭാവികം ഒരു പണി ഒപ്പിക്കുന്നു, അവിടെ രക്ഷകനായി പാപ്പൻ വരുന്നു. അപ്പൊ ആട് 1 പക്ഷെ ആട് 2 മറ്റേ എങ്ങനെയാണ് പാപ്പൻ എൻട്രി ചെയ്ത പോലെ അതുപോലെയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ആദ്യം അബു വരുന്നു, അബു വന്നിട്ട് അബുവിനെ എൻട്രി ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് കുഞ്ഞാലെ പാപ്പൻ വരുന്നു. പിന്നെ പാപ്പന്റെ സ്ഥിരം വീണ്ടും പ്രശ്നങ്ങൾ വരുന്നു. പിന്നെ പാസ്റ്റിലോട്ട് പോവാണ്. പാസ്റ്റിൽ ആർട്ടിസ്റ്റ് വർക്ക് ഒരു രക്ഷയില്ല. അതായത് പ്രസന്റിൽ ഈ ക്യാരക്ടേഴ്സിന്റെ ഇമോഷൻ, ഇവന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ട്രേറ്റ് എന്തൊക്കെയാണ് അത് തന്നെയാണ് ആ ഒരു പാസ്റ്റിൽ റെപ്ലിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ട് തന്നെ അവരത് ആ ഒരു പ്രത്യേകിച്ച് ആ ഒരു കാലഘട്ടം ആയിക്കോട്ടെ, ആ ഒരു സ്ലാങ് ആയിക്കോട്ടെ, അവര് എങ്ങനെയാണ് പാപ്പനിപ്പോ പ്രസന്റിൽ പാപ്പന്റെ പ്രശ്നങ്ങൾ നടുവേന, അതുപോലെ മറ്റേ പിന്നെ ഒരു ക്യാമിയോ ഉണ്ട്, ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ മനസ്സിലായി കാണാൻ, മനസ്സിലാക്കി പറയാതിരിക്കാരും. പിന്നെ പാപ്പന്റെ പ്രശ്നം നടുവേന, അപ്പൊ അതൊക്കെ ആ ഒരു സെയിം സാധനം തന്നെ നമ്മുടെ രാജാപ്പാട്ടിലോട്ട് അവർ റെപ്ലിക്കേറ്റ് ചെയ്ത് അത് അടിപൊളിയായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു ചില സീക്വൻസ് ഒക്കെ ഉണ്ട്, VFX, ഒരു ഒരുപാട് കുതിരയൊക്കെ വന്നിട്ടുണ്ട്, ഫ്രെയിമൊക്കെ ഉണ്ട്. പിന്നെ വിനായകൻ പിന്നെ പറയേണ്ട ആവശ്യമില്ല, പുള്ളി ഇന്റർനാഷണൽ സ്റ്റഫാണ്. ഡ്യൂഡ് പുള്ളി വരുന്ന സീനൊക്കെ അയ്യോ, പുള്ളി ശരിക്കും സിനിമ കൊണ്ടുപോയി എന്ന് പറയാം. പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഒക്കെ പുള്ളി ശരിക്കും തൂക്കിയിട്ട് വളർത്തില്ല, രക്ഷയില്ലാത്തൊരു പെർഫോമൻസ്. പിന്നെ പറയേണ്ട ആവശ്യമില്ല, പുള്ളിയുടെ ഒരു സോണാണ് ഈ ഒരു ഡ്യൂഡ്. പുള്ളിക്ക് ഇത് പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അൺവാണ്ടഡ് ആയിട്ട് കുറച്ച് സീൻസ് ഒക്കെ തോന്നി, പ്രത്യേകിച്ച് ചില ഓവർ ദി ടോപ്പ്. പിന്നെ ഈ സിനിമയ്ക്ക് അഭിപ്രായം വരാൻ സാധ്യത. ഒന്നിലെ അത്രമേൽ വെറുക്കുക അല്ലെങ്കിൽ അത്രമേൽ ഈ സിനിമ ഇഷ്ടപ്പെടാം. ഞാൻ ഇതിന്റെ രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണ്. എനിക്ക് അത്രമേൽ ഈ സിനിമ ഇഷ്ടപ്പെടുന്നത്. പിന്നെ പറഞ്ഞ പോലെ തന്നെ
ഇടയ്ക്ക് കാണുമ്പോൾ കുറച്ച് ഫ്ലാറ്റ്, വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് സിനിമ പോകുന്നത്. പക്ഷെ എങ്കിലും വളരെ എൻഗേജിങ് ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഈ സിനിമ ഒട്ടും ഇങ്ങനെ ബോറടി ഒന്നും തോന്നാത്ത രീതിയിലാണ് സിനിമ എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ലിജോ പോൾ എഡിറ്ററിന്റെ BFX ചെയ്ത ആൾക്കാർ, ആ സെറ്റ്, ആ പ്രൊഡക്ഷൻ ആർട്ട് ചെയ്ത ആൾക്കാർ, കോസ്റ്റ്യൂം ചെയ്ത സെഫി സേവിയറാണ് ചെയ്തിരിക്കുന്നത്. അവർക്ക് അടിപൊളി കോസ്റ്റ്യൂംസ് ഒന്നും പറയാനില്ല. പിന്നെ നമ്മുടെ സർബത്ത് ഷെമീർ, വിജയ് ബാബു, പുള്ളി ആ ഒരു പ്രസന്റിനുള്ള ട്രീറ്റ് തന്നെയാണ് എല്ലാ ക്യാരക്ടേഴ്സിനും ഫാസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. അത് പ്രസന്റ് ഈ പറഞ്ഞ സർബത്ത് ഷെമീർ ഒരു പോലീസാണ്, ഫാസ്റ്റിൽ പുള്ളി ഒരു ആർക്കിടെ. മെയിൻലി ഈ സിനിമയ്ക്ക് അതൊരു പാലം പണി അതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു വർഷങ്ങൾക്ക് ശേഷം ആ പാലത്തിന്റെ ഒരു അവകാശങ്ങൾ, ആ ഭൂമി പ്രശ്നങ്ങൾ, അതൊക്കെയാണ് സിനിമയിൽ കൂടുതലും സെക്കൻഡ് ഹാഫിൽ കാണിക്കണത്. എന്താണ് ഏതാന്ന് ഞാൻ പറയുന്നില്ല. ഒരു ജോണർ ഷിഫ്റ്റ് മേജർ സംഭവം ക്ലൈമാക്സ് നടക്കുന്നത്. ആ ഭാഗം ചിരിച്ചിരിക്കുന്ന ഒരു വഴിയായി. എല്ലാവർക്കും അത് വർക്കാവുന്നില്ല. സിനിമ ഭയങ്കര ഓവർ ദി ടോപ്പ് ആണ്. അല്ല ചില സിനിമകളെ പോലെ വെറുതെ നോ ലോജിക്കലി മാഡ്നസ് എഴുതി വെച്ചിട്ട് കാര്യമില്ല. ആ സിനിമയ്ക്ക് എന്തെങ്കിലും ബേസ് ആയിട്ട് ഒരു സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറോട് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും സംഭവം ഇമോഷനോ വേണം. അപ്പൊ ഇതിൻ്റെ അകത്ത് ആ ഒരു ഇവരെ നമുക്കറിയാം, ഇവര് മണ്ടന്മാരാണ്. എവിടെ ചെന്നാലും പണി വാങ്ങുന്ന ഒരു തരം ടീംസ് ആണ് ഈ ഷായിപ്പാപ്പൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടേഴ്സ്. ആ രീതിയിലാണ് ഇവരെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ എന്ത് ചെയ്താൽ നമ്മൾ ശരിക്കും എന്ത് ചെയ്താൽ നമ്മൾ വിശ്വസിക്കും. അതാണ് ഒരു മിഥുൻ മേനോന്റെ ഒരു സംഭവം. പിന്നെ ഒരു സീനിലൊരു ഒരു 5 മിനിറ്റ് ചിരിയാണെങ്കിൽ അടുത്ത സെക്കൻഡിൽ നമ്മൾ സീരിയസ് ആയിട്ട് വരുമ്പോൾ നമ്മളും ആ ഒരു മൂഡിലോട്ട് ആ ഒരു സ്വിച്ചിങ് ഒക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ആ സ്ക്രിപ്റ്റിനകത്ത് മിഥുൻ മേനോന്റെ ഒരു ബ്രില്യൻസ് പുള്ളിന് ശരിക്കും കൈയടി അറിയിക്കുന്നുണ്ട്. പിന്നെ പ്രൊഡ്യൂസ് ബൈ വിജയ് ബാബു ആൻഡ് വേണു കുന്നപ്പള്ളി, നമ്മുടെ കാവ്യ ഫിലിംസിന്റെ. കാരണം ഈ സിനിമ ബാക്ക് ചെയ്യാൻ അവർ കാണിച്ച ഒരു ധൈര്യം സമ്മതിച്ചേ പറ്റൂ. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ജോണറിന്റെ സിനിമ മലയാളത്തിൽ വന്നിട്ടുള്ള ഒരു പേജർ. ആ ഒരു ജോണർ എന്താണെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, പക്ഷെ അറിയാത്തവരുണ്ടാവും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരു എപ്പിക് കോമഡി ഫാന്റസി ഒരു സാധനമാണ്. നിങ്ങൾ ബാക്കി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തിയേറ്ററിൽ പോയി കാണണം. ഇതൊരു പോപ്കോൺ എന്റർടൈനർ സാധനമാണ്. മസ്റ്റായിട്ട് പോയി തിയേറ്ററിൽ കാണാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കാണണം വേണ്ട നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ ആരെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നടത്താൻ പറ്റും. ഓക്കെ.